പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ പുറത്തിറങ്ങി. പൂർണ്ണമായും സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന 47 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന 7 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയും എത്തിച്ചേരും. മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ വിതരണം ആരംഭിക്കും. അതോടൊപ്പം ഒരു ഗഡു കുടിശ്ശികയും കൂടി ചേർത്താണ് വിതരണം. 3200 രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. മറ്റൊരു അറിയിപ്പ്, ആശാ വർക്കർമാരുടെ 2 മാസത്തെ ഓണറേറിയം ഉടൻ നൽകും. ഇതിനായി 51.26 കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി. വൈകാതെ തുക ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലെത്തും. മാർച്ച്, ഏപ്രിൽ മാസത്തെ ഓണറേറിയമാണ് നൽകാനുള്ളത്. മാർച്ചിൽ ഇൻസെന്റീവ് നൽകിയിട്ടുണ്ട്. ഇതിന് 15.43 കോടി രൂപ വേണ്ടിവന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ സ്കീം പദ്ധതിയായാണ് ആശാ വർക്കർമാരുടെ പ്രവർത്തനമെങ്കിലും ഇൻസെന്റീവായി 2000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇൻസെന്റീവിന്റെ 40% സംസ്ഥാനമാണ് നൽകി വരുന്നത്. മറ്റൊരു അറിയിപ്പ്, പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിലക്കയറ്റത്തിൽ നിന്നും ആശ്വാസമേകുന്നതിനായി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നു. സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മെയ് 12 രാവിലെ 9 തിരുവനന്തപുരത്ത് വെച്ച് മന്ത്രി GR അനിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾസ് ബസാറുകൾ കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ പഠനോപകരണങ്ങളും 17% വരെ വിലക്കുറവിൽ ലഭ്യമാക്കും. ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ മിതമായ വിലക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത്. മെയ് 12 മുതൽ ജൂൺ 30 വരെ തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പനശാലകളിൽ സ്കൂൾ മാർക്കറ്റുകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.